എല്ലാവർക്കും നമസ്കാരം. ആർട്ടിക്കിൾ 30 അതിൻ്റെ പശ്ചാത്തലവുമാണ് ഇന്നത്തെ വിഷയം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 30 മതത്തിൻ്റെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും അവ നിയന്ത്രിക്കാനും മൗലിക അവകാശം നൽകുന്നു. ആർട്ടിക്കിൾ 30(1) പ്രകാരം മത ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഇഷ്ടമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഭരിക്കാനും അവകാശമുണ്ട്. ന്യൂനപക്ഷ മാനേജ്മെന്റ് ആണെന്ന കാരണത്താൽ ധനസഹായം നൽകുന്ന കാര്യത്തിൽ ഗവൺമെന്റ് വിവേചനം കാണിക്കരുത് എന്ന് ആർട്ടിക്കിൾ 30(2) അനുശാസിക്കുന്നു. ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ദ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് 2004 കീഴിലുള്ള ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കമ്മീഷൻ പ്രവർത്തിക്കുന്നു. എന്താണ് റിലീജിയസ് മൈനോറിറ്റി എന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. എത്ര ശതമാനത്തിൽ കൂടുതൽ ജനസംഖ്യ ആകുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗം ന്യൂനപക്ഷമായി തുടരുന്നത് അവസാനിക്കുമെന്നോ, എത്ര ശതമാനത്തിൽ താഴെ ജനസംഖ്യ ഉള്ളവർക്കാണ് ന്യൂനപക്ഷ പദവി നൽകേണ്ടത് എന്നോ, ന്യൂനപക്ഷ പദവി കണക്കാക്കേണ്ടത് ഓരോ സംസ്ഥാനത്തെയും ജനവിഭാഗത്തെ അടിസ്ഥാനമാക്കിയാണോ അതോ രാജ്യവ്യാപകമായി ആണോ എന്ന് ഒന്നും തന്നെ ഭരണഘടന പറയുന്നില്ല. നമ്മുടേതുപോലെ വളരെ വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ഇത് പ്രാധാന്യമുള്ള ഒന്നാണ്. 1992 ദ നാഷണൽ കമ്മീഷൻ ഓഫ് മൈനോറിറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 2 ക്ലോസ് C അനുസരിച്ച് കേന്ദ്ര സർക്കാർ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുന്ന സമുദായങ്ങളായിരിക്കും ന്യൂനപക്ഷങ്ങൾ എന്നാണ് പറയുന്നത്. കേന്ദ്ര സർക്കാർ പ്രസ്തുത വകുപ്പിൻ കീഴിൽ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് പ്രകാരം മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, സിഖ് മതക്കാർ, പാഴ്സികൾ അഥവാ സൗരാഷ്ട്രീയന്മാർ എന്നിവരാണ് ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങൾ. ഇവർക്ക് രാജ്യത്ത് എമ്പാടും അഥവാ ദേശീയ തലത്തിൽ ന്യൂനപക്ഷ പരിരക്ഷ ലഭിക്കുന്നു. അതായത് ഏതെങ്കിലും സംസ്ഥാനത്ത് ഇവർ ഭൂരിപക്ഷമാണെങ്കിൽ കൂടി അവിടെയും ന്യൂനപക്ഷ പരിരക്ഷ ലഭിക്കുമെന്ന്. സുപ്രീം കോടതി TMA പൈ ഫൗണ്ടേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക എന്ന കേസിൽ ന്യൂനപക്ഷ പദവി സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ നിർണ്ണയിക്കേണ്ടതാണ് എന്ന് വിധിച്ചു. എന്നാൽ ഇത് നടപ്പിലായില്ല. ദേശീയ തലത്തിൽ ന്യൂനപക്ഷങ്ങളെ പ്രഖ്യാപിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രയോഗിക്കുന്ന അധികാരം ആർബിട്രറിയും ഇറാഷണലുമാണ് എന്ന് ചൂണ്ടിക്കാട്ടി നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് 1992 സെക്ഷൻ 2(c)യുടെയും നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് 2004 സെക്ഷൻ 2(f)ൻ്റെയും നിയമസാധുതയെ ചോദ്യം ചെയ്തുകൊണ്ട് അശ്വിനി കുമാർ ഉപാധ്യായ എന്നയാൾ ഫയൽ ചെയ്ത ഒരു ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. 2011 സെൻസസിനെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ലക്ഷദ്വീപ്, മിസോറാം, നാഗാലാൻഡ്, മേഘാലയ, ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ്. അശ്വിനി കുമാർ ഉപാധ്യായയുടെ കേസിൽ അനുകൂല വിധിയുണ്ടായാൽ ഈ സംസ്ഥാനങ്ങളിലെ ഹിന്ദുക്കൾക്ക് ന്യൂനപക്ഷ പദവിയും ആർട്ടിക്കിൾ 30ൻ്റെ പരിരക്ഷയും ലഭിക്കും. മത ന്യൂനപക്ഷത്തിൻ്റെ കാര്യം കണ്ടല്ലോ. അതുപോലെ തന്നെ ഭാഷാ ന്യൂനപക്ഷം എന്താണ് എന്നതിനും പ്രത്യേകിച്ച് നിർവചനമൊന്നും കാണുന്നില്ല. കോടതി വിധികൾ തന്നെയാണ് ആശ്രയം. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളാണല്ലോ നിലവിലുള്ളത്. ഒരു സംസ്ഥാനത്തിൻ്റെ പ്രധാന ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായ പ്രത്യേക ഭാഷയോ ലിപിയോ ഉള്ള സമൂഹങ്ങളെ ഭാഷാ ന്യൂനപക്ഷമായി കണക്കാക്കുന്നു. കേരളത്തിൽ താമസമാക്കിയ മഹാരാഷ്ട്രക്കാരുടെ സമൂഹം ഇവിടെ ഭാഷാ ന്യൂനപക്ഷമാണ്. ഭാഷാ ന്യൂനപക്ഷ പദവി രാജ്യവ്യാപകമായി ഉള്ളതല്ല. ന്യൂനപക്ഷം ആരാണ് എന്ന് പറയാത്തതുപോലെ ഭൂരിപക്ഷം ആരാണെന്നും ഭരണഘടനയിൽ പറയുന്നില്ല. ഭൂരിപക്ഷം എന്നാൽ ഹിന്ദുക്കളാണോ എന്ന് നോക്കാം. എന്നാൽ ഹിന്ദു ആരാണ് എന്ന നിർവചനം എവിടെയുമില്ല, ഭരണഘടനയിലുമില്ല. ഹിന്ദുക്കളുടേതായ വ്യക്തി നിയമങ്ങളായ ഹിന്ദു വിവാഹ നിയമം, ഹിന്ദു പിന്തുടർച്ചാ നിയമം എന്നിവ പ്രകാരം മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി, ജൂത മതങ്ങളിൽപ്പെടാത്ത എല്ലാവരും ഹിന്ദു എന്ന മാർഗമാണ് ഹിന്ദുവിനെ തിരിച്ചറിയാനായി സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ ബുദ്ധ, ജൈന, സിഖ് മതക്കാരും ഉൾപ്പെട്ടു വരുന്നു. എന്നാൽ അവരെ ന്യൂനപക്ഷമായി അംഗീകരിച്ചിട്ടുമുണ്ട്. മേൽ പറഞ്ഞതിൽ നിന്നും മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി, ജൂത, ബുദ്ധ, ജൈന, സിഖ് മതങ്ങളിൽപ്പെടാത്ത ഭാരതത്തിലെ അവശേഷിച്ചവരെയെല്ലാം കൂടി ഒരൊറ്റ ഭൂരിപക്ഷ സമുദായമായി, അതായത് മതമായി കണക്കാക്കി ന്യൂനപക്ഷ പരിരക്ഷയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് കാണാം. ഏകദൈവത്തിലോ ഒരു മതഗ്രന്ഥത്തിലോ ഒരു സ്ഥാപകനിലോ അടിസ്ഥാനമാക്കിയുള്ള ഒന്നല്ലാത്ത വൈവിധ്യപൂർണമായ ആചാര അനുഷ്ഠാനങ്ങളും ആരാധനാക്രമങ്ങളും ജീവിത രീതിയും സംസ്കാരവും വച്ചു പുലർത്തുന്ന ഭാരതത്തിലെ അവശേഷിക്കുന്ന മുഴുവൻ ജനതയെയും ഭൂരിപക്ഷം എന്ന് കാണുക വഴി അവരുടെ വൈവിധ്യമാർന്ന സാംസ്കാരിക തനിമയെ
തനതായ ജീവിത രീതിയെയൊക്കെ സംരക്ഷിക്കേണ്ട ചുമതല അവരുടേത് മാത്രമായിത്തീരുന്നു. വളരെയധികം വൈവിധ്യമുള്ള ഒരു സംസ്കാര പരമ്പരയെ ഒറ്റ ഭൂരിപക്ഷം എന്ന നിലയിൽ കാണുന്നതിനാൽ അതിൻ്റെ ആന്തരിക വൈവിധ്യങ്ങൾക്ക് ആർട്ടിക്കിൾ 30 സംരക്ഷണം ലഭിക്കുന്നില്ല എന്ന് ചുരുക്കം. കരട് ഭരണഘടനയിലെ ഡ്രാഫ്റ്റ് ആർട്ടിക്കിൾ 23A കമ്മ്യൂണിറ്റി എന്ന പദം കൂടി നിലനിന്നിരുന്നുവെങ്കിൽ ഏകീകൃതമായ ഭൂരിപക്ഷം എന്ന ലേബലിനുള്ളിൽ ഒതുങ്ങിപ്പോകാതെ സമൂഹത്തിലെ വിവിധ ഉപവിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിനുള്ളിലെ വിവിധ വിഭാഗങ്ങൾക്ക് സ്വന്തമായ സാംസ്കാരിക വ്യക്തിത്വവും പാരമ്പര്യവും വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങളും സംരക്ഷിക്കുന്നതിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും നടത്തുകയും ചെയ്യാനുള്ള അവകാശം വന്നുചേരുമായിരുന്നു. ഇതിലൂടെ ഭാരതീയ സമൂഹത്തിൻ്റെ തനതായ ആന്തരിക സാംസ്കാരിക വൈവിധ്യം ഭരണഘടനയ്ക്കുള്ളിൽ കൂടുതൽ വ്യക്തമായി അംഗീകരിക്കപ്പെടാനുള്ള സാധ്യതയും ഉണ്ടാകുമായിരുന്നു. ആർട്ടിക്കിൾ 30 കീഴിലുള്ള അവകാശം മത ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും അവരുടെ മതപരമായ സ്വഭാവ വൈശിഷ്ട്യം അല്ലെങ്കിൽ തനിമ നിലനിർത്താനും അവരെ മുഖ്യധാരയിൽ നിലനിർത്താനും വേണ്ടിയുള്ളതാണ് എന്നാണ് വൈപ്പ്. അപ്പോൾ അത് സംബന്ധമായ കാര്യങ്ങളാകുമല്ലോ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നത്. ആ പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ കുട്ടികളാകുമല്ലോ അവിടെ പഠിക്കേണ്ടത്. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും ഏത് വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികൾക്കും പഠിക്കാമെന്നും മൈനോറിറ്റി സ്റ്റാറ്റസ് കിട്ടാൻ പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള നിശ്ചിത ശതമാനം വിദ്യാർത്ഥികൾ വേണമെന്നില്ലെന്നും മാനേജ്മെൻറ്റിൻ്റെ മതമോ ഭാഷയോ ന്യൂനപക്ഷമായിരിക്കുകയാണെങ്കിൽ ആ സ്ഥാപനം ഒരു ന്യൂനപക്ഷ സ്ഥാപനമായി കണക്കാക്കപ്പെടും എന്നുമാണ് കോടതികളുടെ നിലപാട്. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ന്യൂനപക്ഷേതര കുട്ടികളെ കൂടി പ്രവേശിപ്പിക്കുക വഴി അതിൻ്റെ ന്യൂനപക്ഷ സ്വഭാവം നഷ്ടപ്പെടുകയല്ല, മറിച്ച് ആ പ്രത്യേക ന്യൂനപക്ഷത്തിൻ്റെ തനതായ ഭാഷാ സംസ്കാരം എന്നിവ ന്യൂനപക്ഷേതരരിലേക്കും വ്യാപിപ്പിക്കുന്നതിലൂടെ ആയവ കൂടുതൽ ഫലപ്രദമായി സംരക്ഷിക്കാൻ സാധിക്കുന്നു എന്ന നിലപാടും കോടതി സ്വീകരിച്ചിട്ടുണ്ട്. സാംസ്കാരിക സംരക്ഷണം എന്ന പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി സമുദായപരമായ താൽപ്പര്യങ്ങൾ ഒളിച്ചുകടത്താനുള്ള സാധ്യത ഇതിൽ ഒളിഞ്ഞിരിക്കുന്നതായി ആരെങ്കിലും കരുതിയാൽ കുറ്റം പറയാനാകില്ല. സ്കൂളിൽ കുട്ടികളെല്ലാവരും ഒരുമിച്ച് പഠിക്കട്ടെ, പരസ്പരം മനസ്സിലാക്കട്ടെ, നമ്മൾ എല്ലാവരും ഭാരതീയരാണെന്ന ബോധ്യം ഉണ്ടാകുമാറാകട്ടെ. ആ വിദ്യാഭ്യാസം അതിനുതകട്ടെ. പക്ഷേ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വ്യാപകമായ സമുദായ സംവരണം ആർട്ടിക്കിൾ 30 യഥാർത്ഥ ലക്ഷ്യങ്ങളുമായി എത്രത്തോളം ബന്ധപ്പെട്ട് നിൽക്കുന്നു, എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. മത ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഇഷ്ടമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഭരിക്കാനും അവകാശമുണ്ട് എന്ന് കണ്ടുകഴിഞ്ഞു. എന്നാൽ ഈ അവകാശം ന്യൂനപക്ഷേതര മതവിഭാഗത്തിന് ഉണ്ടോ എന്ന് നോക്കാം. ന്യൂനപക്ഷങ്ങളല്ലാത്തവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള അവകാശം ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19(1)G നിന്നും ആർട്ടിക്കിൾ 26 നിന്നുമാണ് ലഭിക്കുന്നത്. ഈ അനുച്ഛേദങ്ങൾ പ്രകാരമുള്ള അവകാശം ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ലഭ്യമാണ്. ആർട്ടിക്കിൾ 19(1)G പ്രകാരം ഓരോ പൗരനും തനിക്കിഷ്ടമുള്ള തൊഴിൽ, വ്യാപാരം അല്ലെങ്കിൽ തൊഴിൽ രംഗം തിരഞ്ഞെടുക്കാനും നടത്താനുമുള്ള അവകാശമുണ്ട്. എന്നാൽ ഈ അവകാശത്തിനും ആർട്ടിക്കിൾ 30(1) ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവകാശത്തിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആർട്ടിക്കിൾ 19(1)Gയെ അപേക്ഷിച്ച് കൂടുതൽ ശക്തമായ ഭരണഘടനാപരമായ സംരക്ഷണം ആർട്ടിക്കിൾ 30(1) ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്നു. ആർട്ടിക്കിൾ 19(1)G കീഴിൽ ലഭിച്ചിരിക്കുന്ന അവകാശം ആർട്ടിക്കിൾ 19(6) കീഴിൽ പൊതു താൽപര്യാർത്ഥം നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നിയമങ്ങളും നയങ്ങളും കൊണ്ടുവന്ന് ഭൂരിപക്ഷ സമുദായങ്ങൾ, അതായത് ന്യൂനപക്ഷേതര സമുദായങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപനം മുതൽ നടത്തിപ്പ് വരെ വ്യാപകമായി നിയന്ത്രിച്ചു വരുന്നു. അതിന് നീതിന്യായ വ്യവസ്ഥയും പിന്തുണ നൽകുന്നു. ആർട്ടിക്കിൾ 26A കീഴിൽ ഓരോ മതവിഭാഗത്തിനും, അതായത് റിലീജിയസ് ഡിനോമിനേഷനും അതിൻ്റെ ഏതെങ്കിലും ഉപവിഭാഗത്തിനും മതപരവും ചാരിറ്റിപരവുമായ ആവശ്യങ്ങൾക്കായി സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും പരിപാലിക്കാനുമുള്ള അവകാശമുണ്ട്. വിദ്യാഭ്യാസം ഒരു ചാരിറ്റി പ്രവർത്തനമായി കണക്കാക്കപ്പെടുന്നതിനാൽ ആർട്ടിക്കിൾ 30(1) പ്രകാരം സംരക്ഷണം ലഭിക്കാത്ത ന്യൂനപക്ഷേതര മതവിഭാഗങ്ങൾക്കും ആർട്ടിക്കിൾ 26A കീഴിൽ വിദ്യാഭ്യാസപരമായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും പരിപാലിക്കുകയും ചെയ്യാവുന്നതാണ്. ഈ അവകാശം പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത് എന്നിവയ്ക്ക് വിധേയമായിക്കൊണ്ട് മാത്രമേ വിനിയോഗിക്കാനാകൂ. ആർട്ടിക്കിൾ 26 കീഴിൽ റിലീജിയസ് ഡിനോമിനേഷനുള്ള അവകാശം സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും പരിപാലിക്കാനുമുള്ളതാണ്.
അതായത് എസ്റ്റാബ്ലിഷ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ളത്. ആർട്ടിക്കിൾ 30 പോലെ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഭരിക്കാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനും അഡ്മിനിസ്റ്റർ ചെയ്യാനും ഉള്ളതല്ല. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആയതുകൊണ്ട് റിലീജിയസ് ഡിനോമിനേഷൻസ് ആർട്ടിക്കിൾ 26 കീഴിൽ തുടങ്ങുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപക നിയമനത്തിന്റെ കാര്യത്തിൽ ന്യൂനപക്ഷ സ്കൂളുകളെ പോലെയുള്ള വലിയ സ്വാതന്ത്ര്യമുണ്ടാവില്ല. ഇവ വിദ്യാഭ്യാസ നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. പ്രധാന അധ്യാപകനെയോ മറ്റ് അധ്യാപകരെയോ നിയമിക്കുമ്പോൾ നിലവിലുള്ള സീനിയോറിറ്റി ലിസ്റ്റ് മറികടക്കാൻ ഇവർക്ക് അധികാരമില്ല. നിയമനങ്ങളിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന സംവരണ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി വരും. വിദ്യാർത്ഥികളുടെ പ്രവേശനവും സർക്കാർ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചായിരിക്കും. ചുരുക്കത്തിൽ ന്യൂനപക്ഷേതര മതവിഭാഗങ്ങൾക്ക് സ്കൂൾ സ്ഥാപിക്കാമെങ്കിലും അവർക്ക് സാധാരണ എയ്ഡഡ് സ്കൂളുകളുടെ എല്ലാ നിയമങ്ങളും പാലിക്കേണ്ടി വരും. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവയുടെ സ്ഥാപനം, വിദ്യാർത്ഥി പ്രവേശനം, അധ്യാപക നിയമനം തുടങ്ങി നിരവധി മേഖലകളിൽ കൂടുതൽ സ്വാതന്ത്ര്യവും ഇളവുകളും പ്രത്യേക പരിഗണനയും ലഭിക്കുന്നു. സ്വന്തം സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകുന്നതിലും വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിലും കൂടുതൽ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസാവകാശ നിയമത്തിന് കീഴിലുള്ള കുട്ടികൾക്ക് പ്രവേശനം നൽകുന്നതിലുള്ള ഇളവുകൾ, അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നതിലുള്ള സ്വാതന്ത്ര്യം, മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾക്ക് പ്രാധാന്യം എന്നിവ അവയിൽ ചിലത് മാത്രം. അവരുടെ ന്യൂനപക്ഷ സ്വഭാവത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ സർക്കാരുകൾ ഇടപെടാനും പാടില്ല. സർക്കാർ ഫണ്ട് ഒന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ന്യൂനപക്ഷേതര മാനേജ്മെന്റ് സ്കൂളിന് പോലും വിദ്യാഭ്യാസം നൽകുക എന്നത് ഒരു പബ്ലിക് ഫംഗ്ഷൻ ആകയാൽ ഭരണഘടനാ മൂല്യമായ മതേതരത്വം കാത്തുസൂക്ഷിച്ച് മാത്രമേ പ്രവർത്തിക്കാനാകൂ. സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു ഹിന്ദു മാനേജ്മെന്റ് സ്കൂളിൽ പ്രവൃത്തി സമയമല്ലാത്ത ഒരു നേരത്ത് ഗണപതി ഹോമം നടത്തിയപ്പോഴും മറ്റു ചില സ്കൂളുകളിൽ ഗുരുപൂജ നടത്തിയപ്പോഴും ഉണ്ടായ പ്രതിഷേധം മറക്കാറായില്ലല്ലോ. ഇത് ആർട്ടിക്കിൾ 30 ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഭരണഘടനാപരമായ അസമത്വത്തെ വ്യക്തമായി തുറന്നുകാട്ടുന്നതാണ്. ഭൂരിപക്ഷ സമുദായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു എയ്ഡഡ് സ്കൂൾ ആർട്ടിക്കിൾ 19(1)(g)യും അതിലെ നിയന്ത്രണ വ്യവസ്ഥയായ ആർട്ടിക്കിൾ 19(6) മൂലം കർശനമായ നിയമപരിധിക്കുള്ളിൽ പ്രവർത്തിക്കേണ്ടി വരുന്നു. അതേസമയം ആർട്ടിക്കിൾ 30 സംരക്ഷണത്തിൽ വരുന്ന ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവരുടെ മതസ്വത്വം സംരക്ഷിക്കാനും പ്രതിഫലിപ്പിക്കാനും സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഇതൊരു ഘടനാപരമായ അസമത്വത്തിന്റെ പ്രതിഫലനമാണ്. പ്രത്യേക പരിരക്ഷ ഇല്ലാത്തതിനാൽ ന്യൂനപക്ഷേതര വിഭാഗങ്ങൾ അവരുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും അവരുടെ മതപരമായ സ്വഭാവ വൈശിഷ്ട്യവും തനിമയും നിലനിർത്താനും ശ്രമിക്കുന്നതെല്ലാം കുറ്റകരമായാണ് സ്ഥാപിത താൽപ്പര്യക്കാർ കാണുന്നത്. ആർട്ടിക്കിൾ 30 ചരിത്രപരമായ പശ്ചാത്തലം കൂടി പറഞ്ഞാലേ ഇത് പൂർത്തിയാകൂ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് അഥവാ പ്രത്യേക തിരഞ്ഞെടുപ്പ് മണ്ഡലങ്ങൾ എന്ന ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനം നിലവിലുണ്ടായിരുന്നു. മത, സമുദായ, വംശീയ വിഭാഗങ്ങൾക്കായി മണ്ഡലങ്ങൾ സംവരണം ചെയ്യുന്ന രീതിയായിരുന്നു അത്. ഭാരതീയ സമൂഹത്തെ വിഭജിച്ച് ഭരിക്കാൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച പ്രധാനപ്പെട്ട ഡിവൈഡ് ആൻഡ് റൂൾ സംവിധാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട വ്യക്തിക്ക് 2 തവണ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്നു. ഒരിക്കൽ സ്വന്തം സമുദായത്തിന്റെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതിനും മറ്റൊരിക്കൽ പൊതു തിരഞ്ഞെടുപ്പ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നതിനും. 1909 മോർലെ മിന്റോ പരിഷ്കാരങ്ങളുടെ ഭാഗമായി കൊണ്ടുവന്ന ഈ സംവിധാനം തുടക്കത്തിൽ മുസ്ലിം സമുദായത്തിന് വേണ്ടിയായിരുന്നു. തുടർന്ന് പ്രത്യേക മണ്ഡലങ്ങൾ സിഖ്, ക്രിസ്ത്യൻ, ആംഗ്ലോ ഇന്ത്യൻസ്, യൂറോപ്യൻസ് തുടങ്ങിയവർക്കായും സംവരണം ചെയ്യപ്പെട്ടു. 1909 മുതൽ 1946 വരെ നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളും സെപ്പറേറ്റ് ഇലക്ടറേറ്റിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സമയത്ത് സ്വതന്ത്ര ഭാരതത്തിലും സെപ്പറേറ്റ് ഇലക്ടറേറ്റിനു വേണ്ടി പല ന്യൂനപക്ഷ നേതാക്കളും ശക്തമായി വാദിക്കുകയുണ്ടായി. നാഷണൽ യൂണിറ്റി എന്നത് കമ്മ്യൂണൽ റെപ്രസെന്റേഷനേക്കാൾ പ്രധാനമാണ് എന്ന നിലപാടെടുത്ത തജുമുൽ ഹുസൈനെ പോലുള്ള നേതാക്കളെ അനുസ്മരിക്കാതെ പോകുന്നത് അനാദരവായിരിക്കും. മൈനോരിറ്റി ഒരു ബ്രിട്ടീഷ് നിർമ്മിതിയാണെന്നും നാം ആദ്യം മുതൽ അവസാനം വരെ ഇന്ത്യക്കാരായിരിക്കണമെന്നും ഇന്ത്യയുടെ മഹത്വത്തിനും അഭിമാനത്തിനുമായി പോരാടുകയും ആവശ്യമെങ്കിൽ ജീവൻ പോലും അർപ്പിക്കുകയും ചെയ്യണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഏതവസരത്തിലും ഒരു രാജ്യസ്നേഹിക്ക് പ്രചോദനം നൽകുന്ന വാക്കുകളാണ്. മൈനോരിറ്റി എന്നത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന വാക്കാണെന്നും ബ്രിട്ടീഷുകാർ പോയതോടുകൂടി മൈനോരിറ്റിയും പോയി എന്നും ആ വാക്ക് ഡിക്ഷണറിയിൽ നിന്ന് തന്നെ നീക്കം ചെയ്യണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയിലെ ആദ്യത്തെ കൃഷിമന്ത്രിയായിരുന്ന ഡോക്ടർ PS ദേശ്മുഖാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകളിൽ മൈനോരിറ്റി എന്ന പദത്തിനെതിരെ ഏറ്റവും കടുപ്പമേറിയ വാക്കുകൾ ഉപയോഗിച്ചത്. ന്യൂനപക്ഷം എന്നത് പിശാചിന്റെ പണിയാണെന്നും അത് നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തെ വിഭജിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ മൈനോരിറ്റി എന്ന വാക്കിനേക്കാൾ ഭീകരമായ മറ്റൊരു വാക്കില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന ഒരു ദുർഭൂതമായാണ് ന്യൂനപക്ഷ സംവരണം എന്ന ആശയത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ന്യൂനപക്ഷ നേതാക്കളെ പ്രത്യേക തിരഞ്ഞെടുപ്പ് മണ്ഡലങ്ങൾ എന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചയാളാണ്. അദ്ദേഹത്തിന്റെ നയതന്ത്രപരമായ ഇടപെടലുകളും
ഭരണഘടനാ സഭയിലെ ശക്തമായ വാദങ്ങളും ഇതിന് സഹായിച്ചു. പ്രത്യേക തിരഞ്ഞെടുപ്പ് മണ്ഡലങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിന്റെ വിഷമുള്ള അവശിഷ്ടമാണെന്നും അത് ന്യൂനപക്ഷങ്ങളെ സ്ഥിരമായി വേർതിരിച്ചു നിർത്താനും ദേശീയ ഐക്യത്തെ തകർക്കാനും മാത്രമേ സഹായിക്കൂ എന്നും വിഭജനത്തിന് ശേഷം ഒരു പ്രത്യേക രാഷ്ട്രമായ പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ അതേ ദ്വിരാഷ്ട്രവാദം ഇന്ത്യക്കുള്ളിൽ തുടരാൻ അനുവദിക്കാനാകില്ല എന്നും പ്രത്യേക തിരഞ്ഞെടുപ്പ് മണ്ഡലങ്ങൾ രാജ്യത്തിന് വൻ ദോഷം വരുത്തിയ ദുഷ്പ്രവണതയാണെന്നും പട്ടേൽ വാദിച്ചു. നമ്മുടെ ഭാഗ്യത്തിന് എന്ന് പറയട്ടെ, ഒരു കൂട്ടം ദേശസ്നേഹികളുടെ ഇടപെടലിന്റെ ഭാഗമായി സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് എന്ന വൻ അപകടത്തിൽ നിന്ന് നമ്മുടെ രാജ്യം രക്ഷപ്പെട്ടു. അതിനു പിന്നിൽ ഒരു രാഷ്ട്രീയ ധാരണയുണ്ടായിരുന്നു. ന്യൂനപക്ഷ നേതാക്കൾ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന ആവശ്യത്തെ ഉപേക്ഷിക്കാൻ സമ്മതിച്ചതിന് പകരമായി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ സംരക്ഷണങ്ങൾ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ സമുദായവൽക്കരണം അഥവാ പൊളിറ്റിക്കൽ കമ്മ്യൂണലിസം മൂലം ഭാരതം വിഭജിക്കപ്പെടാതെ അതിൻ്റെ അവശേഷിച്ച ഐക്യമെങ്കിലും നിലനിർത്തുന്നതിനായി ഇത് ഒരു ഫെയർ ഡീലാണെന്ന് അംബേദ്കർ ഉൾപ്പെടെയുള്ളവർ കരുതി അങ്ങനെ ആർട്ടിക്കിൾ 30 പിറവിയെടുത്തു. ഭാരതത്തിൻ്റെ ശക്തി അതിൻ്റെ അനന്തമായ വൈവിധ്യത്തിലാണെങ്കിലും ആ വൈവിധ്യത്തെ സ്ഥിരമായ രാഷ്ട്രീയ സാമുദായിക വേർതിരിവുകളാക്കി മാറ്റുന്നതിൽ അല്ല ദേശീയതയുടെ ആത്മാവ് നിലകൊള്ളുന്നത്. സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന ബ്രിട്ടീഷ് നിർമ്മിത വിഭജന രാഷ്ട്രീയത്തിൻ്റെ അപകടം നമ്മുടെ ദേശീയ നേതാക്കൾ സമയത്ത് തിരിച്ചറിഞ്ഞതിനാലാണ് ഇന്ത്യ വീണ്ടും അനവധി മത സമുദായ രാഷ്ട്രീയ ദ്വീപുകളായി ചിതറിപ്പോകാതെ രക്ഷപ്പെട്ടത്. സാംസ്കാരിക സംരക്ഷണം ആവശ്യമാണ്. എന്നാൽ അത് ദേശീയ ഐക്യത്തെ ദുർബലപ്പെടുത്തുന്ന സാമുദായിക മതിലുകളായി മാറരുത്. ഭരണഘടനയുടെ അന്തസ്സത്ത നാം ആദ്യം ഭാരതീയർ എന്ന ബോധ്യത്തിലാണ്. മതവും ഭാഷയും സംസ്കാരവും എല്ലാം നിലനിൽക്കട്ടെ. പക്ഷേ അവയെല്ലാം ഒരൊറ്റ ദേശീയ ആത്മാവിൻ്റെ പ്രകാശത്തിൽ നാം എല്ലാം തുടക്കം മുതൽ അവസാനം വരെ ഭാരതീയർ എന്ന ഒറ്റ ചിന്തയുടെ വെളിച്ചത്തിലാകണം. ഭാരതത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മുകളിലായി ഒരു സാമുദായിക തിരിച്ചറിവിനും ഒരു താൽപ്പര്യത്തിനും സ്ഥാനമുണ്ടാകരുത്. കാരണം വിഭജനത്തിൻ്റെ രാഷ്ട്രീയം ഒരു സമൂഹത്തെയും ഇന്ന് വരെ രക്ഷിച്ചിട്ടില്ല. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.